ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. കിയയുടെ പുതിയ ഇലക്ട്രിക് SUV സിറോസ് EV ഇന്ത്യൻ വിപണിയിലേക്ക്. വിലയും ഫീച്ചറുകളും സംബന്ധിച്ച സൂചനകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. കിയയുടെ പുതിയ ഇലക്ട്രിക് SUV ആയ സിറോസ് EV ഉടൻ ഇന്ത്യൻ വിപണിയിലെത്തും. ലോഞ്ചിനു മുൻപ് വാഹനത്തിന്റെ പുതിയ സ്പൈ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ ചില ഡീലർഷിപ്പുകളിൽ അനൌദ്യോഗിക ബുക്കിംഗും ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഡിസൈനിൽ നിലവിലെ സിറോസ് പെട്രോൾ പതിപ്പിനോട് സാമ്യമുണ്ടെങ്കിലും EV മോഡലിന് പ്രത്യേക ഫ്രണ്ട് ഗ്രിൽ, പുതിയ അലോയിഡ് വീലുകൾ, ചാർജിംഗ് പോർട്ട് എന്നിവ നൽകിയിട്ടുണ്ട്. ഫീച്ചറുകളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പനോരമിക് സൺറൂഫ്, 360-ഡിഗ്രി ക്യാമറ, ലെവൽ 2 എഡാസ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിച്ചേക്കും. ബാറ്ററിയിൽ 2 ഓപ്ഷനുകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. വലിയ ബാറ്ററിയുള്ള മോഡലിന് ഒറ്റ ചാർജിൽ ഏകദേശം 490 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിച്ചേക്കും. വില 14 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ. ടാറ്റ നെക്സോൺ EV, MG വിൻസർ EV തുടങ്ങിയ മോഡലുകളോട് മത്സരിക്കാനാണ് കിയ സിറോസ് EV എത്തുന്നത്. ലോഞ്ച് ഈ മാസം അവസാനത്തോടെ നടക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ടെക്നോയുടെ പുതിയ പ്രീമിയം സ്മാർട്ട് ഫോണായ കാമോൺ 50 അൾട്ര 5G ഇന്ത്യയിലെത്തുന്നു. AI ക്യാമറ ഫീച്ചറുകളും പ്രീമിയം ഡിസൈനുമായി ഫോൺ ജൂലൈ 17 അവതരിപ്പിക്കും. ടെക്നോയുടെ പുതിയ പ്രീമിയം സ്മാർട്ട് ഫോണായ കാമോൺ 50 അൾട്ര 5G ജൂലൈ 17 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. ക്യാമറയ്ക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും പ്രാധാന്യം നൽകിയാണ് പുതിയ ഫോൺ എത്തുന്നത്. ആമസോൺ വഴിയായിരിക്കും വിൽപ്പന. 6.78 ഇഞ്ച് 1.5K AMOLED ഡിസ്പ്ലേയും 144 ഹെർട്സ് റിഫ്രഷ് റേറ്റുമാണ് ഫോണിന്റെ പ്രധാന സവിശേഷത. മീഡിയാടെക് ഡൈമെൻസിറ്റി 7400 അൾട്ടിമേറ്റ് പ്രോസസ്സറാണ് കരുത്ത് നൽകുന്നത്. ഫോട്ടോഗ്രാഫിക്ക് പ്രാധാന്യം നൽകുന്ന ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് ഫോണിലുള്ളത്. 50 മെഗാ പിക്സൽ പ്രധാന ക്യാമറയും 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ്, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ എന്നിവയുമാണ് പിന്നിൽ. മുൻവശത്ത് 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ലഭിക്കും. കൂടാതെ AI സൂപ്പർ സൂം, AI ഇമേജ് എഡിറ്റിംഗ് തുടങ്ങിയ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6500 mAh ബാറ്ററിയും 45 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും ഫോണിലുണ്ട്. IP68, IP69 നിലവാരത്തിലുള്ള വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻസും ലഭിക്കും. പ്രീമിയം ഡിസൈനും AI ഫീച്ചറുകളും മികച്ച ക്യാമറ സംവിധാനവും ഒരുമിപ്പിച്ചാണ് ടെക്നോ കാമോൺ 50 അൾട്ര 5G ഇന്ത്യൻ വിപണിയിൽ ശ്രദ്ധ നേടാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മെറ്റയുടെ പുതിയ AI ഫീച്ചർ ലോഞ്ച് ചെയ്യുന്നതിന് പിന്നാലെ പിൻവലിച്ചു. സ്വകാര്യതാ വിവാദത്തെ തുടർന്നാണ് മ്യൂസ് ഇമേജ് എന്ന പുതിയ ഫീച്ചർ പിൻവലിച്ചത്. ഇൻസ്റ്റഗ്രാമിലെ പൊതുവായ അക്കൗണ്ടുകളിലെ ചിത്രങ്ങൾ ഉപയോഗിച്ച് AI ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ചിരുന്ന മെറ്റയുടെ പുതിയ മ്യൂസ് ഇമേജ് ഫീച്ചർ കമ്പനി പിൻവലിച്ചു. സ്വകാര്യതയും ഉപയോക്തൃ സമ്മതവും സംബന്ധിച്ച് ശക്തമായ വിമർശനം ഉയർന്നതോടെയാണ് തീരുമാനം. പൊതുവായ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ മെൻഷൻ ചെയ്ത് അവയിലെ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ AI ചിത്രങ്ങൾ സൃഷ്ടിക്കാനായിരുന്നു ഈ ഫീച്ചർ അനുവദിച്ചിരുന്നത്. എന്നാൽ ഉപയോക്താക്കളുടെ വ്യക്തമായ അനുമതിയില്ലാതെ അവരുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാമെന്ന ആശങ്ക വ്യാപകമായി ഉയർന്നു. വിമർശനങ്ങൾക്ക് പിന്നാലെ ഈ ഫീച്ചർ ഉപയോക്താക്കളുടെ പ്രതീക്ഷകൾ നിറവേറ്റിയില്ലെന്നും അതിനാലാണ് ഇത് പിൻവലിക്കുന്നതെന്നും മെറ്റ വ്യക്തമാക്കി. അതേസമയം മ്യൂസ് ഇമേജ് AI മോഡലിലെ മറ്റ് ഇമേജ് ജനറേഷൻ, എഡിറ്റിംഗ് സൗകര്യങ്ങൾ തുടരുമെന്നും കമ്പനി അറിയിച്ചു. ഡിജിറ്റൽ സ്വകാര്യത, വ്യക്തമായ സമ്മതം, AI ഉപയോഗത്തിന്റെ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമാകുന്നതിനിടെയാണ് മെറ്റയുടെ ഈ പിൻവാങ്ങൽ. ഉപയോക്തൃ വിശ്വാസം നിലനിർത്താൻ AI ഫീച്ചറുകളിൽ കൂടുതൽ സ്വകാര്യതയും നിയന്ത്രണവും വേണമെന്ന ആവശ്യവും ഇതോടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.